പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാൻ വ്രതാരംഭത്തിന് തുടക്കമായതോടെ പഴം വിപണികൾ സജീവമായി. ഒരു മാസത്തെ കച്ചവടം മുന്നിൽ കണ്ട നാടുനീളെ പഴക്കടകൾ ഉയർന്നു. സാധാരണ കടകൾക്ക് പുറമെ പാതയോരങ്ങളിൽ ധാരാളം പഴക്കടകളാണ് തുറന്നിട്ടുള്ളത്. പഴങ്ങൾക്ക് പുറമെ എണ്ണയിൽ പൊരിച്ചെടുത്ത വിവിധ വിഭവങ്ങൾ വിൽക്കുന്ന കടകളും പാതയോരങ്ങളിൽ ഉയർന്നിട്ടുണ്ട്. റമദാൻ കാലത്ത് സാധാരണ ഭക്ഷണശീലങ്ങൾ പാടെ മാറ്റുന്ന ശീലമാണ് വിശ്വാസികൾക്കുള്ളത്. ഇക്കാരണത്താൽ ചെലവ് 4 ഇരട്ടിയോളം വർദ്ധിക്കും. ഇതിൽ ഏറ്റവും കൂടുതൽ പണം ചെലവാകുന്നത് പഴങ്ങൾക്കാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം വില കൂട്ടിയിട്ടില്ല എന്നതും ആശ്വാസകരമാണ്. മാമ്പഴം, തണ്ണിമത്തൻ എന്നിവയ്ക്കാകട്ടെ വില കുറഞ്ഞിട്ടുമുണ്ട്. ഫ്രൂട്ട്സ് മാർക്കറ്റ് ഈ വർഷത്തില് വിപണനം കുറവാണ്. വിലയില് ഗണ്യമായ വർധനവൊന്നുമില്ല. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വില സമത്തിലാണ് നിൽക്കുന്നത്. എങ്കിലും മാർക്കറ്റ് മന്ദഗതിയാണ്. സാധനം ഇഷ്ടം പോലെ സുലഭമായിട്ട് എല്ലായിടത്തും സാധനം കിട്ടും. എങ്കിലും മാർക്കറ്റിൽ ഇടിവ് കാണുന്നുണ്ട്. എന്താണെന്നുള്ള അറിയില്ല. മറുനാടൻ പഴങ്ങൾ ഏറ്റവും കൂടുതൽ എത്തുന്നത് റമദാൻ കാലത്താണ്. മികച്ച ഇനം ഈത്തപ്പഴമാണ് അതിൽ പ്രധാനം. കഴിഞ്ഞ കുറേ മാസങ്ങളായി നേന്ത്രപ്പഴത്തിന് വൻ വിലയാണ്. കിലോയ്ക്ക് 65 രൂപ. വേനൽ ചൂട് കടുത്തിട്ടും പഴവിപണിയിൽ വേണ്ട പോലെ വ്യാപാരം നടക്കുന്നില്ല എന്നാണ് വ്യാപാരികൾ പറയുന്നത്. ന്യൂസ് ഡെസ്ക് സഹ്യാനൗ. രാവിലെ കണ്ട സ്വപ്നം ബലിക്കോ മുത്തശ്ശി? അതറിയില്ല, പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോളുടെ അരികിൽ തന്നെ ഉണ്ട്. അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ. ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ്, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.